ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മട്ടരിയാണ് കേട്ടോ. ഇതൊന്ന് കഴുകി എടുത്തതാണ്, കാരണം മട്ടരി ഒരു കളറ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കളറൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അരി ഒന്ന് പൊട്ടൽ നിൽക്കുന്നത് വരെ നമ്മളിത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇതിങ്ങനെ പൊട്ടുട്ടോ അരി. ലാസ്റ്റ് ആ പൊട്ടൽ നിൽക്കുമ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു പാകമായിന്ന് മനസ്സിലാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കട്ടോ. അപ്പം അരി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 5 അച്ച് ശർക്കരയും ഒരു 1/4 ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം പെട്ടെന്ന് നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പറ്റൂല. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഇനി വറുത്ത് വെച്ച അരിക്ക് ഞാനൊരു 8-10 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നൈസായിട്ട് അതുപോലെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ആ സമയത്ത് നമ്മൾ ശർക്കര ഇവിടെ ഒന്ന് മെൽറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശർക്കര ഇതുപോലെ ഫുള്ള് മെൽറ്റായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പോലെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ അരി ഇവിടെ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ശർക്കര നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കുക, കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മെൽറ്റാക്കിയ ശേഷം ഒരു നാളികേരം ചിരകിയതാണ് കേട്ടോ ഇത്. ഇതും കൂടിയും ഈ ശർക്കരയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഏകദേശം തേങ്ങയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ച നമ്മളെ അരി പൊടിച്ച് വെച്ചല്ലോ, അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇത് മിക്സാക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാവും. ഒരുപാടാകുമ്പോൾ ഇത് ലൂസായി പോട്ടോ. നമുക്ക് പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടാനൊന്നും കഴിയില്ല. ഇത് കണ്ടോ, ഇതുപോലെ ഇത് ഇപ്പോൾ പാകമായിട്ടുണ്ട്, കാരണം എല്ലാ ഭാഗത്തും നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതുപോലെ എല്ലാ ഭാഗത്തൊക്കെ എത്തുന്ന വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് വെച്ചിട്ട് നെയ്യിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും കേട്ടോ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം പിന്നെ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് റോളാക്കി എടുക്കാം. ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയെടുക്കൊണ്ട് നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മതിട്ടത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് തരാൻ ആരും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടവരെല്ലാവർക്കും ബൈ ബൈ.